സർക്കാരിനും നിരവധി കാര്യങ്ങൾ മറച്ചുവെക്കാനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് KSIDCയുടെ ഈ വെപ്രാളം കാണിക്കുന്നത്. KSIDC 25 ലക്ഷം രൂപ അഭിഭാഷകന് ഫീസ് കൊടുത്ത് ഈ വിഷയത്തിൽ എന്തിനാണ് കോടതിയിൽ പോയത്? KSIDCയോട് എന്താണ് ആദായ നികുതി വകുപ്പ് ചോദിച്ചത്? KSIDCക്ക് എന്താണ് ഇതിൽ പ്രതിരോധിക്കാനുള്ളത്? KSIDC ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സംരംഭമാണ്. ആ KSIDC ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എന്തിനാണ് കോടതിയിൽ 25 ലക്ഷം രൂപ ചെലവഴിച്ച് അഭിഭാഷകനെ വെക്കുന്നത്? KSIDCയോട് ചോദിച്ചിരിക്കുന്നത് KSIDCയും CMRLും തമ്മിൽ എന്താണ് ബന്ധം? KSIDCയിലെ എത്ര ശതമാനം ഷെയർ CMRLനുണ്ട്? KSIDCയും CMRLും തമ്മിൽ നടത്തുന്ന ഇടപാടുകൾ എന്തൊക്കെയാണ്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും CMRLലും തമ്മിലുള്ള ഇടപാടിൽ KSIDC എന്താണ് മറച്ചുവെക്കുന്നത്? എന്തിനാണ് മറച്ചുവെക്കുന്നത്? KSIDC പിണറായി വിജയന്റെ മകളുടെ സ്ഥാപനമാണോ? KSIDC പിണറായി വിജയന്റെ വ്യവസായ സ്ഥാപനമാണോ? KSIDC കേരളത്തിന്റെ സ്ഥാപനമല്ലേ? KSIDCയോട് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് എന്തിനാണ് വക്കീലിനെ വെച്ച് മറുപടി കൊടുക്കുന്നത്? 25 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു കാര്യമായിട്ട് എന്തോ നിയമപരമായി പ്രതിരോധിക്കാനുള്ള എന്നുള്ള നിലയിൽ മറുപടി കൊടുക്കുന്നത്. ഇപ്പോൾ വളരെ വ്യക്തമാണ് ഇതിൽ നടന്നിരിക്കുന്ന അഴിമതി. KSIDCയും CMRLും തമ്മിലുള്ള ബന്ധം കൃത്യമായും മുഖ്യമന്ത്രിയുടെ മകൾക്ക് മുഖ്യമന്ത്രിയുടെ വ്യവസായ സംരംഭത്തിന് അതിനെ മറയാക്കിക്കൊണ്ടുള്ള കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇടപാടുകൾ നടന്നിരിക്കുന്നത്. പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ കാശില്ല, പാവപ്പെട്ടവന് ശമ്പളം കൊടുക്കാൻ കാശില്ല, കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ പണം എടുത്ത് നികുതി പണം കൊണ്ട് നടത്തുന്ന സ്ഥാപനം മുഖ്യമന്ത്രിയുടെ മകളുടെ വ്യവസായ സാമ്രാജ്യത്തിന്, മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിക്ക് അവർ കൂട്ടുനിന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ഈ പ്രശ്നം നേരിടുന്നത്. അതുകൊണ്ട് KSIDC ഇപ്പോൾ കാണിക്കുന്ന വെപ്രാളം മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കാൻ ഇവർ നടത്തുന്ന വെപ്രാളം കണ്ടാൽ അറിയാം ഇതിനകത്ത് നടന്നിരിക്കുന്ന അഴിമതിയുടെ ഗൗരവമായ സ്ഥിതി പുറത്തു വരാൻ. അതുകൊണ്ട് മാസപ്പടി വിഷയം ഒരു ചെറിയ വിഷയമല്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന അഴിമതി CPMന്റെ സംസ്ഥാന നേതൃത്വം മൂടിവെക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? നോക്കൂ, നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി പാലക്കാട് ചേർന്ന 4 ദിവസം ചേർന്ന പാർട്ടി പ്ലീനം, പാർട്ടി നേതാക്കൾ മാത്രമല്ല അവരുടെ ബന്ധുക്കളും നടത്തുന്ന ഇടപാടുകൾ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പാർട്ടി ലൈനാണത്. രാഷ്ട്രീയ നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ മാത്രമല്ല അവരുടെ ബന്ധുക്കൾ നടത്തുന്ന ബിസിനസ് ഇടപാടുകൾ ഓഡിറ്റിന് വിധേയമാവണം. അവരുടെ സ്വത്ത് സമ്പാദ്യം, അവരുടെ വരുമാനം പാർട്ടി ഓഡിറ്റിന് വിധേയമാവണം. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ സുതാര്യമായി അവതരിപ്പിക്കണം എന്ന് പ്ലീനം ചേർന്ന് തീരുമാനിച്ച് മിനിറ്റ്സ് പാസ്സാക്കിയതാണ് മാർക്സിസ്റ്റ് പാർട്ടി. കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ഒരു പ്രശ്നം വന്നാൽ ഒരു നീതി, EP ജയരാജന്റെ മകനും ഭാര്യയ്ക്കും ഒരു കേസ് വന്നാൽ മറ്റൊരു നീതി, ശ്രീമതി ടീച്ചറുടെ മക്കൾക്ക് ഒരു കേസ് വന്നാൽ മറ്റൊരു നീതി. പിണറായി വിജയന്റെ മക്കൾ കുടുംബത്തിന് വരുന്ന കേസിൽ, അഴിമതി കേസിൽ എന്തുകൊണ്ടാണ് പാർട്ടി തീരുമാനങ്ങൾ ലംഘിക്കപ്പെടുന്നത്? MV ഗോവിന്ദൻ പിണറായി വിജയന്റെ അടിമക്കണ്ണായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. MV ഗോവിന്ദൻ പിണറായി വിജയന്റെ അടിമക്കണ്ണ്. ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എന്തിനാണ് ഇങ്ങനെ അടിമത്തം കാണിക്കുന്നത്? പാർട്ടി ലൈൻ എന്താണ്? മുഖ്യമന്ത്രിയല്ല ആരായാലും അദ്ദേഹം പാർട്ടി മെമ്പറാണല്ലോ, പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറാണല്ലോ.
അദ്ദേഹത്തിന്റെ മക്കൾ നടത്തുന്ന ഇടപാടുകൾ പാർട്ടി പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ? CMRL കേസിൽ ആദായ നികുതി വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഈ 1,72,00,000 രൂപയുടെ ഇടപാട് മാത്രമല്ല. നമ്മൾ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാം അതാണ് ചർച്ച ചെയ്യുന്നത്. 1,72,00,000 രൂപയുടെ ഇടപാടിനെ കുറിച്ച് മാത്രമല്ല CMRLന്റെ ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ ആദായ നികുതി വകുപ്പ് പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ മുഴുവൻ പേരുകളും പുറത്തു വരും. ആദായ നികുതി വകുപ്പിന്റെ കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നത് കൊണ്ട് അവർക്ക് ആ ആദായ നികുതി വകുപ്പിൽ ആരൊക്കെയാണ് CMRLൽ നിന്ന് കാലാകാലങ്ങളിൽ പണം വാങ്ങിയതെന്നുള്ളതിന്റെ മുഴുവൻ പേരുകളും പുറത്തു വരും. 96 കോടി രൂപ വ്യവസായം നടത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള ചില മാധ്യമ പ്രവർത്തകർക്കും കൂടി മാസപ്പടിയായി കൊടുത്തിട്ടുണ്ട്. 96 കോടി രൂപ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയക്കാർ, അതിന് കൃത്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായമാണ് നടത്തുന്നത്, അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ബ്ലാക്ക് മെയിലിംഗ് ആണ്, അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ്. പിണറായി വിജയൻ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ്. കുഞ്ഞാലിക്കുട്ടി അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ്. ഇബ്രാഹിം കുഞ്ഞ് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ്. ഇനി വരാനിരിക്കുന്ന പേരുകളും. CMRL കർത്തായൻ കമ്പനി നടത്തുന്ന കരിമണൽ വ്യവസായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാധ്യമപ്രവർത്തകരും. ചില മാധ്യമപ്രവർത്തകർ ഇവിടെ അങ്ങനെ ഉണ്ട്. വാർത്ത കൊടുക്കും, അടുത്ത ദിവസം മുക്കും, പെയ്ഡ്, എന്നിട്ട് പൈസ വാങ്ങിയിട്ട് അത് മുക്കും. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർക്കും ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? മാസപ്പടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് ഒരു നിസ്സാര കേസല്ല. ഇതിന്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നേതാക്കന്മാർ അവരുടെ ഇതുവരെ കാണാത്ത മുഖം പൊതുസമൂഹത്തിന് മുമ്പിൽ വരും. അതുകൊണ്ട് ഇവിടെ പ്രശ്നം സർക്കാർ ഖജനാവ് ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനങ്ങൾ ആദായ നികുതി വകുപ്പിന്റെ ചോദ്യത്തിന് ശരിയായ മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രിക്കും മകളെയും രക്ഷിക്കാൻ തത്രപ്പാടുപെടുന്ന KSIDC വീണ്ടും ഖജനാവിലെ കാശെടുത്താണ്. KSIDCയുടെ കാശെടുത്തിട്ടല്ല, അവിടുത്തെ കാശെന്ന് പറയുന്നതിൽ ജനങ്ങളുടെ കാശുണ്ട്. വ്യവസായ വകുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ വകുപ്പാണ്. ആ KSIDCയിൽ പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി CMRLനെ ഉപയോഗിച്ച് എന്തെല്ലാം അഴിമതി നടന്നു എന്നുള്ള കാര്യം ഇപ്പോ ലൈഫ് മിഷൻ കോഴക്കേസിൽ ജോസ്, നേരത്തെ പിണറായി വിജയൻ പറയുന്നതിനനുസരിച്ച് ഒപ്പിട്ട് കൊടുത്ത ജോസ് ഇപ്പൊ എന്തെല്ലാം പുലിവാലിലാണ് വന്നുപെട്ടിരിക്കുന്നത്. IASകാര് IPSകാരൊക്കെ പിണറായി വിജയൻ പറയുന്നത് കേട്ട് അവരുടെ അടിമപ്പണിക്ക് പോയാൽ അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല. KSIDC എന്തിനാണ് ഇങ്ങനെ ഒരു ശരിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ അവര് ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുന്നത്? വ്യക്തമാണ്, പകൽ പോലെ. മുഖ്യമന്ത്രിയും മകളും CPM നേതാക്കളും ഇതിന് ഉത്തരം പറയണം. എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്? നിയമസഭയിൽ മുഖ്യമന്ത്രിക്കോ പാർട്ടി MLAമാർക്കോ മന്ത്രിമാർക്കോ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോടൊന്നും തന്നെ ശരിയായ മറുപടി നൽകാൻ കഴിയുന്നില്ല. എന്നിട്ട് അതിനെല്ലാം മറച്ചു വെക്കാൻ ഗവർണറെ ആക്രമിക്കും എന്ന് പറയുകയാണ്. ഗോവിന്ദൻ പറയുന്നത് CRPF വന്നാലും ഗവർണറെ വിടില്ല എന്നാണ്. ഗോവിന്ദന്റെ തലയ്ക്ക് എന്തോ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗവർണർ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കരിങ്കൊടി കാണിച്ച് വണ്ടിയുടെ മുമ്പിലേക്ക് ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കാം, പക്ഷെ വണ്ടിക്കിടിക്കാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഗവർണറുടെ സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടാണ് CRPFനെ വിളിക്കുന്നത്. ഗവർണറെ ആക്രമിക്കാൻ, ഗവർണറുടെ കാറിനെ ഇടിക്കാൻ ഗുണ്ടകൾ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? എന്നിട്ട് ആ CRPFനെ അപമാനിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്. ഇത് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന തിരക്കഥയാണ്. കാരണം CMRL കേസ് വലിയ ചർച്ചയായി മാറുകയാണ്.
മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വലിയ ചർച്ചയായി മാറുകയാണ്. സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി വലിയ ചർച്ചയായി മാറുകയാണ്. മുഹമ്മദ് റിയാസിന്റെ കേസ് വലിയ ചർച്ചയായി മാറുന്നു. കേരള ഗവൺമെന്റ് മുച്ചൂടും അഴിമതിയിൽ മുങ്ങുന്നു. ഭരണസ്തംഭനമാണ്. എന്നാൽ പിന്നെ ഗവർണറോട് തെരുവിൽ ഏറ്റുമുട്ടി പ്രശ്നങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടാന്നാണ് വിചാരിക്കുന്നത്. അത് നടപ്പില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗവർണറെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ CRPFന്റെ അരയിൽ തോക്ക് വച്ചിരിക്കുന്നത് കളിക്കാനല്ല. തെമ്മാടിത്തം കാണിക്കാൻ DYFI SFI ഗുണ്ടകൾ ഇറങ്ങിയാൽ CRPFന്റെ അരയിൽ വെച്ചിരിക്കുന്ന തോക്ക് കളിത്തോക്കല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഗോവിന്ദൻ ആദ്യം കാണിക്കണം.